പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഹൈവേയുടെ സൈഡിൽ താമസിക്കുന്ന ഒരു സാധാരണ കുടുംബത്തിൻ്റെ ഒരു ശോചനീയാവസ്ഥ നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് വവ്വക്കാവ് ജംഗ്ഷനിലാണ് ഈ സംഭവം. നമ്മളെ പറഞ്ഞ് അവരോടെ കാല് പിടിച്ചപേക്ഷിച്ചിട്ടും ഇന്നലെയും വന്ന് അവർ തുറന്ന് വെള്ളം ഇങ്ങോട്ട് വിടും. എവിടെങ്കിലും ഇങ്ങനെ വീട്ടിലുണ്ടോ? ഒരു സാധുക്കളായ രണ്ട് അമ്മമാർ മാത്രം താമസിക്കുന്ന ഒരു വീടിൻ്റെ ശോചനീയമായ ഒരവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. നോക്കെ, വെള്ളം ഏകദേശം രാവിലെ ഇതിന് മുകളിലേക്കുണ്ടായിരുന്നു. അപ്പോൾ ഇനി ശരിക്കും നല്ലൊരു മഴ പെയ്യുകയാണെങ്കിൽ ഈ വെള്ളം അകത്തേക്ക് പ്രവേശിക്കും. നിങ്ങളൊന്ന് നോക്കേ, അതായത് തീരെ സാധുക്കളായതുകൊണ്ടാണ് അവരിവിടെ ഓട പണിയാതെ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഈ ഓടയിൽ നിന്ന് തെക്ക് നിന്നും വടക്ക് നിന്നും വരുന്ന വെള്ളം മൊത്തം ഇവിടെ വന്നാണ് കയറുന്നത്. എത്രമാത്രം നീചമായ പ്രവൃത്തിയാണ് ഈ കാണിക്കുന്നത്, ഒന്ന് ആലോചിച്ചു നോക്കേ. നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തികമായിട്ട് തീരെ താഴേക്കിടയിലുള്ളവരെ പരിഗണിക്കാത്ത ഒരു ക്രൂരമായ ഒരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരി, 5 കൊല്ലം കഴിഞ്ഞു. അത് ശരി. എത്ര മാത്രം ക്രൂരമായ ഒരവസ്ഥയാണെന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് മനസ്സിലാക്കി നോക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ രണ്ട് അമ്മമാരാണ് ഇവിടെ ഉള്ള പ്രായമായ, ശരിക്കും പറഞ്ഞാൽ അവർക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലുള്ളവരുമല്ല. ഇത്തിരി നല്ല പ്രായമായ രണ്ടമ്മ. അതിൽ ഒരമ്മ തൊഴിലുറപ്പിന് പോയിട്ടാണ് ജീവിക്കുന്നത്. മറ്റേ അമ്മ തീരെ സുഖമില്ലാതെ കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഈ വെള്ളത്തിൽ ഇറങ്ങേണ്ട മാരകമായ രോഗങ്ങളുണ്ടാകുന്ന ഈ ഘട്ടത്തിൽ പോലും ഇവരെ പരിഗണിക്കാതിരിക്കുന്നത് വളരെ മോശമായ, വളരെ നീചമായ ഒരു പ്രവൃത്തിയാണ്, അല്ലേ? തീർച്ചയായിട്ടും ഇതെല്ലാം നാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ അടുക്കള ഭാഗങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ, വെള്ളത്തിലാണ്. ഇത്രയും ക്രൂരമായ ഒരവസ്ഥ ഒരു മനുഷ്യനോട്, ശത്രുവാണെങ്കിൽ പോലും അവനോട് കാണിക്കാൻ പാടില്ല എന്നുള്ളതല്ലേ അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ എത്രയും വേഗം ഇത്രയും ഭാഗത്തുള്ള ഓട പുനർനിർമ്മിച്ചേ മതിയാകൂ. അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എത്രയും വേഗം നിർവഹിക്കണം. പ്രിയപ്പെട്ടവരെ, കടലിലിറങ്ങത്തില്ലേ, കടലിലിറങ്ങുന്നതിൽ പോലും ഇത്രയും വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഇത്രയും ക്രൂരമായ എന്താ ചെയ്യുന്നത്, കൊലപാതകത്തിന് തുല്യമാണിത് ഈ കാണിക്കുന്നത്. ഈ രണ്ട് സൈഡിൽ നിന്നും വരുന്ന വെള്ളം ഈ താന്ന് കിടക്കുന്ന ഈ വീട്ടിലേക്ക് കയറി ചെല്ലുക. അവർ മഴ വരുമ്പോൾ കട്ടലിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. വളരെ സിമ്പിളായിട്ട് ചെയ്തു മാറാവുന്നൊരു കേസ്. ഇത് ഏകദേശം പണി പൂർത്തിയായി കിടക്കുന്നൊരു മേഖലയാണ്. ഇവിടെ അവരാകെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ഫോമർ ആണ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാണ്. ഈ ട്രാൻസ്ഫോമർ പുതുതായിട്ട് വെച്ചതാണ്. ഇത് പുതിയ സെറ്റിങ്സ് ആണ്. ഈ ട്രാൻസ്ഫോമറുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇതിൻ്റെ സ്റ്റാൻഡ് ഓടയ്ക്ക് വെളിയിലാണ്. അപ്പോൾ ഇത് കൃത്യമായി ചെയ്യേണ്ട ബാധ്യത എന്താ പറയുന്നത്, ഈ നാഷണൽ ഹൈവേയുടെ NHAയുടെ അധികാരികൾക്കുള്ളതാ. തീർച്ചയായിട്ടും ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. ഒന്നാമത് ഇങ്ങോട്ട് കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം താന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. നിസ്സാരമായ 2 മഴ പെയ്തപ്പോൾ തന്നെ ഇത് വെള്ളക്കെട്ടിലേക്ക് പോയെങ്കിൽ ഇനി 1-2 മഴ പെയ്താലുള്ള സ്ഥിതി എന്തായിരിക്കും? അപ്പം ഇവർക്ക് വേണ്ട പരിഗണന കൊടുക്കുക. ഇവരെ മാറ്റി പാർപ്പിക്കണമെങ്കിൽ അങ്ങനെ പാർപ്പിക്കുക. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇത് ഓച്ചർ പഞ്ചായത്തിൽപ്പെട്ട ഒരു പ്രദേശമാണ്. തീർച്ചയായിട്ടും അധികാരികളുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടും എന്ന് കരുതുന്നു. അതല്ലെങ്കിൽ ഇതിന് കൃത്യമായ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട്, ഇനി എത്ര വലിയ ഉന്നത അധികാരത്തിൽ ഇരിക്കുന്ന ആളായാലും തീർച്ചയായിട്ടും ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് വരും എന്ന അറിയിപ്പ് കൂടി തന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.